വജൈനിസ്മസ് ആൻഡ് എൻഡ്രോമെട്രിയോസിസ് ഇത് രണ്ടും എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഓക്കെ. രണ്ടും പെയിൻ ഡിസോർഡേഴ്സ് അതായത് ഇപ്പം സെക്ഷൽ കോൺടാക്റ്റിൽ പെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് യൂട്രസിന്റെ ലൈനിങ് പുറത്ത് ഏരിയാസിൽ കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. ഉം. അത് ഡീപ്പ് പെൽവിക് പെയിൻ അതായത് കോൺടാക്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതാണ് എൻഡോമെട്രിയോസിസ്. പക്ഷേ വെജിനിസ്മസ് എന്ന് പറയുന്നത് ഫോബിക് ഡിസോർഡർ ആണ്. അതായത് അവർക്ക് പെയിൻ അല്ല, ആ. പെയിൻ ഉണ്ടാവും എന്നുള്ള ഭയം. പേടിയാണ്. ഇറ്റ്സ് മോർ സൈക്കോളജിക്കൽ. യെസ്, മോർ സൈക്കോളജിക്കൽ. ഓക്കെ. ആ ഒരു ചില ആൾക്കാർക്ക് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ സെക്ഷൽ അബ്യൂസോ ഇപ്പോൾ ആരെങ്കിലും പിടിച്ചു തൊട്ടു അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ വെജനിസ്മസ് വളരെ കോമൺ ആണ്. ഇപ്പോൾ നമ്മളൊരു 100 പേഷ്യൻസിനെ എടുത്താൽ ഒരു 90 പേർക്കും ഇങ്ങനത്തെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു നെഗറ്റീവ് ഫീലിങ്സ് ടുവേർഡ്സ് സെക്സ്, ഇതൊരു പേടിയുള്ള കാര്യമാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും അവർക്ക്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞ് പേടിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലാതെയും വെജനിസ്മസ് ഉണ്ടാവും. സോ ഇൻ ജനറൽ ഈ ആൾക്കാർക്ക് ഹസ്ബൻഡിനോട് വളരെ സ്നേഹമാണ്, ഫോർ പ്ലേ ഒക്കെ വളരെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ പെനിട്രേറ്റീവ് സെക്സ് അവർ സമ്മതിക്കില്ല. അപ്പോൾ ഹസ്ബൻഡ് അടുത്ത ഇത് ശ്രമിക്കുവാണെങ്കിൽ യൂഷ്വലി ഹസ്ബൻഡിനെ തള്ളി മാറ്റാനും കാലടയ്ക്കാനും ഒക്കെയാണ് ചാൻസ്. ഇൻ കേസ് ഇപ്പോൾ സമ്മതിച്ചാൽ തന്നെയും ഹസ്ബൻഡിന് ഒരു വോളിൽ ഹിറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അത് നമ്മുടെ ആ ഒരു മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും. അത് ഇൻവോളണ്ടറി ആണ്, അവർ വേണച്ച് ചെയ്യുന്നതല്ല, അറിയാതെ തന്നെ ആ ഒരു മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും. അതാണ് വെജനിസ്മസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരു ഗൈനക്കോളജിസ്റ്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ വെജനിസ്മസ് മോർ നമ്മളൊരു സെക്ഷൽ മെഡിസിൻ കൺസൾട്ടന്റ് ആണ് ഡീൽ ചെയ്യാറുള്ളത്. ആസ് എ സെക്സോളജിസ്റ്റ്. സെക്സോളജിസ്റ്റ്, സെക്ഷൽ മെഡിസിൻ ഏതായാലും കുഴപ്പമില്ല. എൻഡോമെട്രിയോസിസ് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ പീരിയഡ്സ് തുടങ്ങിയിട്ട് ഭയങ്കര പെയിൻഫുൾ പീരിയഡ്സ് ആയിരിക്കും. ഇപ്പോൾ പീരിയഡ്സ് ലീവൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അങ്ങനത്തെ കുട്ടികൾക്കാണ് Helpful ആവും ആക്ച്വലി അല്ലേ? വെരി പെയിൻഫുൾ എൻഡോമെട്രിയോസിസ്. അതേപോലെ അവർക്ക് സിസ്റ്റുകളൊക്കെ ഉണ്ടാവും, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടാവും. അവർക്ക് പ്രഗ്നൻസി ആവാൻ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ട്യൂബിനൊക്കെ ചെറിയ ബ്ലോക്ക് അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എൻഡോമെട്രിയോസിസ്. വജനിസ്മസ് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് സ്പെക്ട്രത്തിലുള്ള ഒരു അസുഖമാണ്. വജനിസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഈസ് തെറാപ്പി. അതായത് നമ്മൾ ഈ കുട്ടീനെ സെക്സ് ഒരു എൻജോയബിൾ കാര്യമാണെന്നും ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ മാറ്റാൻ നമ്മൾ തെറാപ്പിയിലൂടെ നോക്കണം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പെൽവിക് എക്സസൈസസ്, അതായത് റിലാക്സ് ചെയ്യണം. നമ്മൾ പെനിട്രേറ്റീവ് സെക്സിൽ നമ്മൾ ആ പെൽവിസ് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ആ മസിൽ, ഈ ഇൻവോൾണ്ടറി കോൺട്രാക്ഷനുള്ള മസിലിനെ നമ്മൾ റിലാക്സ് ചെയ്യാൻ പഠിക്കണം. മൂന്നാമത്തെ കാര്യം വെച്ചാൽ സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്കൊരു സാധനത്തിനോട് പേടിയുണ്ടെങ്കിൽ നമ്മൾ സ്ലോലി പെയിൻ മാറ്റുക. സോ നമ്മൾ വെജൈനൽ ഡയലേറ്റേഴ്സും പെയിൻ ഇല്ലാത്ത ലൂബ്രിക്കേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ലോലി ഡയലേറ്റ് ചെയ്തിട്ട് പെയിൻ കുറയ്ക്കുന്നതാണ് സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ. ഇനിയിപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, വെജൈനൽ ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, ന്യൂ. യെസ്, ന്യൂ അല്ല, പക്ഷേ റിഫ്രാക്ടറി കേസസിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് ഇതൊക്കെ വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക്. സോ ഇപ്പം നമ്മളിപ്പം കണ്ണിൻ്റെ അടിയിലുള്ള ഈ എക്സ്പ്രഷൻ ലൈൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബോട്ടോക്സ് ചെയ്യില്ലേ, അതെന്താ ചെയ്യണത്, ആ മസിലിനെ റിലാക്സ് ചെയ്യുക. സോ സിമിലർലി ഈ വളരെ കോൺട്രാക്ട് ചെയ്ത മസിലിനെ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടോക്സ്. സോ ദ മസിൽ ഈസ് റിലാക്സ്ഡ്, സോ ദർ വിൽ ബി എ പ്ലേസ് വെയർ ദേ ക്യാൻ ഹാവ് സെക്സ്. ആൻഡ് നമ്മൾ ഈ പ്രൊസീജിയർ അനസ്തീഷ്യയില ചെയ്യുക. അപ്പോൾ അനസ്തീഷ്യ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ഡയലേറ്റർ, ഒരുമാതിരി സൈസുള്ള ഡയലേറ്റർ ഇട്ടിട്ടാണ് പേഷ്യൻ്റ് ഉണരുക. അപ്പോൾ അതോടെ പേടി പോകും, ഇത് ഉള്ളിൽ പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് വരും. സോ ബോട്ടോക്സ് ഹെൽപ്സ്. അങ്ങനെ റിഫ്രാക്ടറി ആയിട്ടുള്ള കുറേ കേസസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ. ഓക്കെ, ദാറ്റ്സ് നൈസ്. പോസ്റ്റ്